വിദേശ വാർത്തകളിലേക്ക് പോകാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ആരതിയാണ് വിദേശ വാർത്തകളുമായി ചേരുന്നത്. ആരതി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിദേശ വാർത്തകൾ ഇന്ന്? ഗുഡ് മോർണിംഗ് ജിൽസി, സേഫു. ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട്. ഇറാനിൽ നിന്നുള്ള വാർത്തകളുണ്ട്, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്, അമേരിക്കയിൽ നിന്നുള്ള വാർത്തകളുണ്ട്. വിശദമായി തന്നെ നോക്കാം. ശരി. ഇറാന് നേരെ വളരെ രൂക്ഷമായ ആക്രമണം നടത്തിയേക്കുമെന്ന് ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്നതുമായുള്ള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാവാത്ത പക്ഷം അടുത്ത ആക്രമണം വളരെയധികം രൂക്ഷമായിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ഇപ്പോൾ ട്രംപിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ട്രംപിന് മറുപടി കൊടുത്തിരിക്കുന്നത്. യുഎസിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സൈനിക നടപടികൾ ഉണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജമാണെന്നാണ് അരാക്ചി ട്രംപിന് മറുപടി നൽകിയത്. അതേസമയം ഭീഷണികൾക്ക് വഴങ്ങിയില്ലെങ്കിലും തുല്യമായ പരിഗണന ഉറപ്പാക്കുന്ന നീതിയുക്തമായ ആണവ കരാറിനെ ഇറാൻ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാം, ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനയി, അദ്ദേഹത്തിന്റെ മകനെതിരായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഖമനിയുടെ മകൻ മുജ്തബ ഖാംനയി ഉപരോധങ്ങളെ മറികടന്ന് ലണ്ടൻ, ദുബായ്, ഫ്രാങ്ക്ഫർട്ട് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സാമ്പത്തിക സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കടുത്ത ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ വിദേശ നഗരങ്ങളിൽ ശതകോടികളുടെ ആസ്തികളും ആഡംബര വസ്തുക്കളും മുജ്തബ രഹസ്യമായി സമ്പാദിച്ചതായാണ് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും അലി അൻസാരി എന്ന വ്യവസായ പ്രമുഖൻ വഴിയാണ് ഈ പണമിടപാടുകൾ നടന്നതെന്നും ഇറാനിലെ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നുമാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. ലണ്ടനിലെ ബില്യണറി റോ എന്നറിയപ്പെടുന്ന തെരുവിലെ 100 മില്യൺ പൗണ്ടിലധികം വിലമതിക്കുന്ന ആഡംബര വീടുകളും ദുബായിലെ വില്ലകളും ഫ്രാങ്ക്ഫർട്ടിലെയും മല്ലോർക്കയിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും എന്നിവയിൽ മുജ്തബ വൻ തോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണിയിലായിരിക്കെയാണ് പരമോന്നത നേതാവിന്റെ മകൻ രഹസ്യമായി ഈ സമ്പാദ്യങ്ങളെല്ലാം കെട്ടിപ്പടുത്തത് എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. മുസ്തഫയുടെ ഈ അവിശുദ്ധ സാമ്പത്തിക ശൃംഖല വലിയ വിവാദങ്ങൾക്കും അതുപോലെ അന്താരാഷ്ട്ര അന്വേഷണങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ ഉന്നത നേതൃത്വം ഇതിനെ എങ്ങനെയാണ് പാശ്ചാത്യ സാമ്പത്തിക സംവിധാനങ്ങളെ തങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് എന്ന് ഈ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഉന്നത കമാൻഡറും മറ്റുദ്യോഗസ്ഥരും ഉൾപ്പെടെ 15 ഉദ്യോഗസ്ഥർക്ക് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഉന്നത കമാൻഡർ ഉൾപ്പെടെ 15 ഉദ്യോഗസ്ഥർക്കാണ് ഉപരോധമുള്ളത്. ഇറാനിലെ ഓൺലൈൻ ഉള്ളടക്കം നിരീക്ഷിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെടെ 6 സംഘടനകൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കമുണ്ടായിരിക്കുന്നത്. ഉപരോധത്തിൽ സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഇറാന് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തലുള്ളത്. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ചൈനയുടെ മുതലെടുപ്പ് തടഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. വ്യാപാര കരാറിൽ യൂറോപ്യൻ വാഹന ഇറക്കുമതിക്ക് നൽകിയ താരിഫ് ഇളവ് ചൈനീസ് കമ്പനികൾ അവസരമാക്കുന്നതാണ് തടഞ്ഞത്. ചൈനയുടെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ BYD അവർ കുറഞ്ഞ തീരുവ നൽകി യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്നായിരുന്നു ആശങ്ക. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ 27 അംഗരാജ്യങ്ങളുടെ 8 വാഹന നിർമ്മാണ കമ്പനികൾക്ക് മാത്രമേ വ്യാപാര കരാർ പ്രകാരം താരിഫ് ഇളവ് നൽകൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ യൂറോപ്യൻ വിപണിയിൽ ശക്തമായി സാന്നിധ്യമുള്ള കമ്പനിയാണ് BYD. ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ടെസ്ലയും യൂറോപ്പിൽ വാഹനം നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. യുഎസിലെ മിക്ക വാഹന നിർമ്മാതാക്കൾക്കും യൂറോപ്പിൽ ഫാക്ടറികളുണ്ട്. താരിഫ് ഇളവ് മുതലെടുത്ത് മറ്റ് രാജ്യങ്ങളിലെ നിർമ്മാതാക്കൾ യൂറോപ്പിലൂടെ ഇന്ത്യയിലേക്ക് കാറുകൾ ഇറക്കുമതി ചെയ്താൽ ആഭ്യന്തര കമ്പനികൾക്ക് അത് കനത്ത തിരിച്ചടിയാകും. ഇക്കാര്യം ടാറ്റ മോട്ടോഴ്സും അതുപോലെ മഹീന്ദ്രയും സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇക്കാര്യം പരിഗണിച്ചാണ് യൂറോപ്യന്റെ സ്വന്തമല്ലാത്ത കമ്പനികൾക്ക് താരിഫ് ഇളവ് നിഷേധിക്കുന്നതിനുള്ള ചട്ടം വ്യാപാര കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു. ഇനി ബ്രിട്ടനും ചൈനയും അടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുതിയ ബന്ധത്തിന്റെ സൂചനകൾ നൽകി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചൈന സന്ദർശിച്ചിരിക്കുകയാണ്. ബീജിംഗിലെത്തിയ കെയ്ർ സ്റ്റാർമറും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങും 1.5 മണിക്കൂറോളം സ്വകാര്യമായി സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ച സമയത്തിന്റെ ഇരട്ടിയാണ് കൂടിക്കാഴ്ചയിൽ രണ്ടുപേരും സംസാരിച്ചത്. ലോകത്തിനത് വെല്ലുവിളി നിറഞ്ഞ സമയമാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ചൈനയുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആഗോള സ്ഥിരത, കാലാവസ്ഥാ വ്യതിയാനം, മറ്റു വിഷയങ്ങൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും കെയ്ർ സ്റ്റാർമർ പറഞ്ഞു. അമേരിക്കൻ തീരവയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിയറ്റ്നാമും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമുണ്ടായിരിക്കുകയാണ്. അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്കൊപ്പമായ പദവിയാണ് ഇനി യൂറോപ്യൻ യൂണിയനും വിയറ്റ്നാം നൽകുക. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയുടെ വിയറ്റ്നാം സന്ദർശനത്തിനിടെയാണ് പ്രഖ്യാപനമുണ്ടായത്. വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണെന്നാണ് അന്റോണിയോ കോസ്റ്റ പറഞ്ഞത്.
ഇനി സുഡാനിലേക്കാണ്. സുഡാനിൽ RSFന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ആക്രമണത്തിൽ ഡസൻ കണക്കിന് സിവിലിയൻസ് മരിച്ചിട്ടുണ്ട്. സൗത്ത് കോർഫുദാൻ സംസ്ഥാനത്തെ പ്രധാന പട്ടണമായ ദില്ലിങ്ങിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. സുഡാനീസ് സൈന്യത്തിന്റെ 54-ാം ബ്രിഗേഡിന്റെ ആസ്ഥാനവും സെൻട്രൽ മാർക്കറ്റും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ ചാവേർ ഡ്രോണുകൾ ആക്രമിച്ചതായി സുഡാൻ ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സർക്കാർ പിന്തുണയുള്ള സുഡാനീസ് സായുധ സേന അഥവാ SAF 2 വർഷമായി തുടരുന്ന RSFന്റെ ഉപരോധം തകർത്തതായും പ്രധാന ഇന്ധന വിതരണ ലൈനുകളുടെ നിയന്ത്രണം നേടിയതായും പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഏറ്റവും പുതിയ RSFന്റെ ആക്രമണം ഉണ്ടായത്. ഇനി കഴിഞ്ഞ ദിവസം രാജ്യത്തെ നടക്കിയ ഒരു വിമാനാപകടം ഇന്ത്യയിൽ നമ്മൾ കണ്ടിരുന്നു. അതിൽ അജിത് പവാർ മരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വടക്ക് കിഴക്കൻ കൊളംബിയയിലും ഒരു ചെറുവിമാനം തകർന്ന് അപകടമുണ്ടായിരിക്കുകയാണ്. അപകടത്തിൽ 15 പേർക്ക് ദാരുണാന്ത്യമുണ്ടായിരിക്കുകയാണ്. വെനിസ്വേല അതിർത്തിക്ക് സമീപമാണ് ഈ വിമാനം തകർന്നു വീണത്. കൊളംബിയൻ നിയമസഭാംഗമായ ഡയോജനസ് ക്വിൻറ്റോയും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫും മാർച്ചിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന കാർലോസ് സൽസെഡോയും ഉൾപ്പെടെയുള്ള 15 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. കൊളംബിയൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയായ സെനറ്റയും വ്യോമയാന അധികൃതരും അപകടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13 യാത്രികരും 2 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ലാൻഡിങ്ങിന് മുൻപായി വിമാനത്തിന് ടവറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിമാനത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്. അപകടത്തിന് കാരണം ഇതൊരു വ്യക്തമല്ല. എന്നാലും കൊളംബിയൻ സിവിൽ ഏവിയേഷൻ ഏജൻസി സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.